ഇപ്പോഴുള്ള നമ്മുടെ ഏറ്റവും ഒടുവിലെ ശ്രമം ഏതോ ഒരർത്ഥത്തിൽ ചെറിയ തോതിലാണെങ്കിൽ കൂടിയും വിജയം കണ്ടു തുടങ്ങി എന്ന് പറയാനായോ? അഷ്മി, അത് ഇന്നിവിടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. രാത്രിയിൽ കണ്ട് കോസ്റ്റ് ഗാർഡ് ഷിപ്പ് 3 അവർ ഇന്ന് രാത്രിയിലും കണ്ടിന്യൂസ്ലി ഓപ്പറേഷൻസ് ചെയ്യും. ഫയറിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതുപോലെ പുക കൂടിയിട്ടുണ്ട്, സ്മോക്ക് കൂടിയിട്ടുണ്ട്. ഷിപ്പ് ആസ് ഓഫ് നൗ ലാസ്റ്റ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഒരു 10 to 15 degrees ടിൽറ്റഡ് ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ്. പോർട്ട് എന്ന് പറയും, പോർട്ട് സൈഡിലോട്ട് ടിൽറ്റഡ്. പക്ഷെ ആ ടിൽറ്റ് പൊസിഷനിൽ സ്റ്റേബിൾ ആ ഷിപ്പ്. ഓക്കെ, ശ്രീ അതുൽപിള്ള, എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ എൽസ 3യെയും ഇതുമായിട്ട് ഒരു കമ്പാരിസണില്ലെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിനെയും ഈ പറയുന്ന ഓപ്പറേഷൻ ലെവലിൽ ആലോചിച്ചാൽ ഒരു കമ്പാരിസൺ ഇല്ല. അതിനേക്കാൾ ഒരു വലിയ വെല്ലുവിളി നമ്മൾ നേരിടുകയാണ് അത് യഥാർത്ഥത്തിൽ അതുൽപിള്ള. ആ ഷിപ്പ് നമ്മൾ ആദ്യം ഇന്ന ആ ഷിപ്പിന്റെ അടുത്തിട്ട് മീൻസ് ഒരു ഇഷ്യൂ നടന്നപ്പോൾ അത് ഓൾറെഡി ടിൽറ്റഡ് ആയിരുന്നു 15 degrees. അപ്പം അത് ഒന്നുകൂടെ ട്വിൽറ്റ് ആവുകയും പിന്നെ അത് നമുക്ക് ലോസ് ആവുന്നത്. ഇവിടെ ഷിപ്പ് ഇന്നലെ ആ ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞിട്ട് ഫോർ ഗുഡ് അബൌട്ട് 24 hours ഷിപ്പ് സ്റ്റേബിൾ ആയിരുന്നു. ടിൽറ്റ് ഇന്ന് രാവിലെ ആവുന്നു 10 degrees ടിൽറ്റ് ആയത്. പിന്നെ ആ ഷിപ്പില് സ്റ്റാർട്ടിങ്ങിൽ അറ്റ്ലീസ്റ്റ് അവിടെ മൂന്ന് പേര്, 3 ഓഫീസേഴ്സ്, ആ സ്റ്റാഫ് അതിൽ ഉണ്ടായിട്ട് അവർക്ക് കുറെ മോട്ടോഴ്സോ അതൊക്കെ അവർ അറ്റംപ്റ്റ് ചെയ്തു. പക്ഷെ ഇവിടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ആരും ഇല്ല ഷിപ്പില്. ഷിപ്പ് അബാൻഡൻ സ്റ്റേറ്റില് പിന്നെ കത്തിക്കൊണ്ടിരിക്കുക. സോ ഒരു റിസ്കി മാനുവർ ഓപ്പറേഷൻ ചെയ്തിട്ട് ഷിപ്പ് അറ്റ്ലീസ്റ്റ് കോസ്റ്റ് ഗാർഡ് ഷിപ്പ് 50 meters വരെ എത്തിയിട്ട് അവർക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു ഹീറ്റിനെ അല്ലെങ്കിൽ ഫയറിനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിലിപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് നമ്മുടെ ഈ പറയുന്ന ഫയർ ഫൈറ്റിംഗ് നടത്തുന്ന കപ്പലുകൾ കുറച്ച് ദൂരം മാറുന്നതുകൊണ്ടാണ് ഈ പറയുന്ന വെള്ളം അങ്ങോട്ടേക്ക് ചീറ്റുന്നത്. സ്വാഭാവികമായും വെള്ളം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ പ്രഷർ അത്ര മതിയോ എന്നൊരു തോന്നലുണ്ട്. നമുക്ക് അടുത്തേക്ക് പോകാൻ കഴിയില്ല. അടുത്തേക്ക് പോകാൻ കഴിയാത്തതിന് കാരണം വലിയ തോതിൽ പുകയുയരുന്നു. മാത്രമല്ല എപ്പോഴും ഒരു എക്സ്പ്ലോഷൻ ബ്ലാസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മുടെ അസറ്റിനെയും നമ്മുടെ ആൾക്കാരുടെ ജീവനും നമ്മൾ പരമാവധി നോക്കിയിട്ട് മാത്രമേ അടുത്തേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ബഹുമുഖമായ വെല്ലുവിളികൾ നമ്മളവിടെ നേരിടുന്നുണ്ട് യഥാർത്ഥത്തിൽ സേതുൽപിള്ള, അല്ലേ? അതെ, ബിക്കോസ് അവർ അഡ്വേഴ്സ് കണ്ടീഷനാണ്. ഇത് മാത്രമല്ല ഹാഷ്മി, ഒരു കാര്യം മറന്നുപോയ പോകുന്നതും വെള്ളത്തിൽ കിടപ്പുണ്ട്. ഈ കണ്ടെയ്നേഴ്സ് എവിടെ കിടക്കുക, ഫ്രീ പാർട്ടിക്കിളായിട്ട് വെള്ളത്തിൽ പോയി ഫ്ലോട്ട് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കണ്ടെയ്നേഴ്സ് ഈ പോകുന്ന ഷിപ്പിന്റെ പ്രൊപ്പല്ലറിൽ തട്ടിയാൽ അവർക്കും അതൊരു ഡേഞ്ചറാണ്. പക്ഷെ എന്നാലും ഈ നേവിയുടെ ആയാലും കോസ്റ്റ് ഗാർഡിലെ ഓഫീസേഴ്സ്, ക്രൂവും ഇങ്ങനെയുള്ള കണ്ടീഷൻസ്, അഡ്വേഴ്സ് കണ്ടീഷൻസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ട്രെയിൻഡ്. സോ അവരൊരു കാൽക്കുലേറ്റീവ് റിസ്ക് എടുത്തിട്ട് അവർ ഈ കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യും. അതാ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, നമ്മുടെ എൽസ 3യിൽ നമ്മുടെ പ്രയോറിറ്റി ആദ്യം ഇതിലെ ജീവനക്കാരെ രക്ഷിക്കുക, ജീവനോടെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമത് അവിടെ ഉണ്ടാവാനിടയുള്ള പൊല്യൂഷൻ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു സെക്കൻഡ് പ്രയോറിറ്റി. ഏതാണ്ട് അതേ പ്രയോറിറ്റികൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ജീവനക്കാർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ടോ? ഈ പറയുന്ന എണ്ണപ്പടർച്ച അടക്കം ഉണ്ടാവുകയാണെങ്കിൽ സമുദ്രപ്രഹര അടക്കം ഉപയോഗിച്ചുകൊണ്ട് അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ, നമ്മുടെ പ്രയോറിറ്റി അത് തന്നെയാണോ ഇപ്പോഴും അതുൽപിള്ള? അത് തന്നെ, സേഫ്റ്റി ടു മാൻ പവർ, സേഫ്റ്റി ടു പ്രോപ്പർട്ടി, സേഫ്റ്റി ടു എൻവയറൺമെന്റ്. ഈ 3 ഒബ്ജക്റ്റീവ്സ് തന്നെ ഇപ്പോഴും നമ്മുടെ ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റീവ്സ്. പക്ഷേ അതിൽപ്പുള്ള നമ്മൾ എൽസ 3യിൽ നമുക്ക് കശുവണ്ടി മുതൽ തേങ്ങ, ഈ പറയുന്ന കോട്ടൺ എന്ന സാധനം കിട്ടിയെങ്കിൽ നമ്മൾ അറിഞ്ഞിടത്തോളം ഈ കപ്പലുള്ളത് അങ്ങനെയുള്ള സാധനങ്ങളല്ല. കുറച്ചുകൂടി ഗുരുതരമായ മാരക സ്വഭാവത്തിലുള്ള രാസവസ്തുക്കൾ തന്നെയാണ് ഉള്ളത്. കപ്പൽ മുങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാസവസ്തുക്കളടക്കം കടലിനടിയിലേക്ക് പോവുകയും അത് പിന്നെ നമുക്ക് എപ്പോൾ മുക്കിയെടുക്കാൻ കഴിയും എന്ന അറിയാത്ത അവസ്ഥ എന്ന് തന്നെയാണല്ലോ അർത്ഥം. അപ്പോൾ ഈ കപ്പൽ മുങ്ങിപ്പോകാതിരിക്കാനുള്ള ശ്രമവും നമ്മളെ കൊണ്ട് കഴിയാവുന്ന പോലെ നമ്മൾ നോക്കുന്നുണ്ടോ സേതുൽപിള്ള? 100%. അതുകൊണ്ട് തന്നെ എനിക്ക് ലാസ്റ്റ് റിപ്പോർട്ട് കിട്ടിയ നൈറ്റ് ഓപ്പറേഷൻസ് ഞാൻ അറിഞ്ഞത്. നൈറ്റ് ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുമെന്ന എന്നോട് കോസ്റ്റ് ഗാർഡ് ഹെഡ്ക്വാർട്ടേഴ്സ് പറഞ്ഞത്. അതിലൊരു ബ്രേക്ക് ഇല്ല, കണ്ടിന്യൂസ് ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കും ഫുൾ നൈറ്റ്. ഓക്കെ, താങ്ക് യു സർ. താങ്കൾ തിരക്കിലായിരുന്നു, താങ്കൾ മീറ്റിംഗിലാണ്. അതിനിടയിൽ നമ്മളോട് അല്പസമയം സംസാരിച്ചത് താങ്ക് യു സർ.